നമസ്കാരം. 10 വർഷമായി ലോഡ് ഷെഡിംഗ് ഇല്ല എന്ന് കള്ളപ്രചരണം നടത്തിയവർ അപ്രഖ്യാപിത ലോഡിംഗ് ഏർപ്പെടുത്തിയതിനെതിരെ ചൂട്ടും വിശറിയും പായയുമായി യൂത്ത് കോൺഗ്രസ് ഓലയിൽ KSEB ഓഫീസിൽ പ്രതിഷേധിച്ചു. ലോഡ് ഷെഡിംഗിനെ പ്രതിരോധിക്കാൻ ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് പവർ ഗ്രിഡ് പദ്ധതി നടപ്പിലാക്കി. ദീർഘകാല വൈദ്യുതി വാങ്ങൽ കരാറിൽ ഏർപ്പെട്ടു. അതിനുശേഷം പവർ ഗ്രിഡ് വഴി പുറത്തുനിന്ന് വൈദ്യുതി വാങ്ങി കേരളത്തിന്റെ ലോഡ് ഷെഡിംഗിന് അറുതി വരുത്തി. എങ്കിൽ ഭാവി ആവശ്യം കണക്കാക്കി LDF സർക്കാർ പുതിയ സംവിധാനങ്ങൾ ആവിഷ്കരിച്ചില്ല. പുതിയ വൈദ്യുതി ഉൽപാദന കേന്ദ്രങ്ങൾ കേരളത്തിന്റെ വൈദ്യുതി ആവശ്യത്തിന് അനുസരിച്ച് കൊണ്ടുവരാൻ LDF സർക്കാരിന് സാധിച്ചില്ല. ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്തെ കുറഞ്ഞ വിലയ്ക്ക് പുറത്തുനിന്ന് ദീർഘകാല വൈദ്യുതി വാങ്ങാവുന്ന കരാർ ഇവർ റദ്ദാക്കുകയും ചെയ്തു. കൂടുതൽ വിലയ്ക്ക് വൈദ്യുതി വാങ്ങുകയും ഉപഭോക്താക്കളുടെ മേൽ അധിക ഭാരം അടിച്ചേൽപ്പിച്ച സർക്കാരായിരുന്നു LDF സർക്കാർ. വോട്ട് പെട്ടിയിലായതോടെ ജനങ്ങൾക്ക് നിർബാധം വൈദ്യുതി നൽകേണ്ട സർക്കാർ ജനവിരുദ്ധമായി എന്നും അപ്രഖ്യാപിത ലോഡ് ഷെഡിംഗ് ഏർപ്പെടുത്തിയെന്നും പ്രതിഷേധം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് വിഷ്ണു സുനിൽ പന്തളം ആരോപിച്ചു. പോലീസ് എത്തി പ്രവർത്തകരുമായി ചർച്ച നടത്തിയാണ് സമരം അവസാനിപ്പിച്ചത്. സംസ്ഥാനത്ത് പരക്കെ ലോഡ് ഷെഡിംഗ് ഏർപ്പെടുത്തിയിട്ടും KSEB ഓഫീസുകളിൽ മാത്രം കറണ്ട് പോകാത്ത സംവിധാനമാണ് ഏർപ്പാടാക്കിയിരിക്കുന്നത് എന്നും വിഷ്ണു സുനിൽ പറഞ്ഞു. യൂത്ത് കോൺഗ്രസ് നേതാക്കന്മാരായ ഹർഷാദ് മുതിരപ്പറമ്പ്, ആഷിഖ് കുരീപ്പുഴ, അൻഷാദ് കുരീപ്പുഴ, അജ്മൽ, റഫീഖ്, നിഷീം സാംസൺ, മുരുകൻ എന്നിവർ നേതൃത്വം നൽകി. പതിനൊന്ന് മണിക്ക് ശേഷം സാറേ നമുക്ക് കിടക്കാൻ പറ്റില്ല. കൊച്ചു കുട്ടികളെ അടക്കം വെച്ചുകൊണ്ട് പുറത്തു ഓക്സിജൻ വെച്ചേക്കുന്ന പ്രായമായവരുണ്ട്. അങ്ങനെ വളരെ വിഷയം. പക്ഷേ ഞാനിപ്പോൾ സാറിനോട് ഇവിടെ ചോദിച്ചപ്പോഴാണ് മനസ്സിലാക്കിയത്, ഇവിടെ ഈ ലൈറ്റ് സിസ്റ്റം ഉള്ളതുകൊണ്ട് ഇവിടെ മാത്രമേ നമുക്ക് ഈ ഓഫീസിൽ നിന്നല്ല, കേരളത്തിലുള്ള ഈ KSEB ഓഫീസിൽ മാത്രമേ ഉള്ളൂ കറണ്ട് പോകാറ്. 99% KSEB ഓഫീസിലും കറണ്ട് പോകത്തില്ല. ബാക്കി നമ്മുടെ കേരളത്തിലെ 3.5 കോടി ജനങ്ങളും കഷ്ടപ്പെട്ട് ജോലി കഴിഞ്ഞ് വരുന്ന പ്രായമായവരുണ്ട്. എല്ലാവരും അത് ഏറ്റവും കൂടുതൽ ഈ പ്രായമായവരും കുട്ടികളുമാണ് ഇപ്പം ഏറ്റവും കൂടുതൽ ഇതിനകത്ത് കഷ്ടപ്പെടുന്നത്. ദൈർഘ്യം കൊണ്ട് ഇന്നലെയൊക്കെ 2-3 മണിക്കൂറാണ്. കണ്ടോൺമെന്റ് ഏരിയയിലൊക്കെ 3-4 മണിക്കൂറാണ്. രാത്രിയിലൊക്കെ ഇപ്പം നമ്മുടെ ദുബായ് ലൈഫ് പോലെ രാത്രി ഇറങ്ങി പുറത്ത് പ്രായമായവരും എല്ലാവരും കൂടി നിൽക്കേണ്ട ഒരു സ്ഥിതിയാണ് ഇപ്പോൾ ഉള്ളത്. ഇത് നൈറ്റ് ലൈഫ് അല്ല, ജനങ്ങളുടെ ദുരിതമാണ്. ഇതിന് മന്ത്രി പറയുന്നത് ഒരു ട്രിപ്പാവുന്നു എന്നുള്ളതാണ്. ഈ വോട്ട് പെട്ടിയിലായതിനു ശേഷമാണ് ഇന്ന് കേരളത്തിൽ ഈ അപ്രഖ്യാപിത ലോഡ് ഷെഡിംഗ് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. ഇത് ഈ സർക്കാർ കേരളത്തിലുടനീളം ഇലക്ഷൻ മുമ്പ് പവർ കട്ടില്ലാത്ത സർക്കാർ എന്ന് പറഞ്ഞുകൊണ്ട് കേരളത്തിലുടനീളം ഫ്ലക്സ് ബോർഡുകൾ വെച്ചതിന് ശേഷം ജനങ്ങളെ വഞ്ചിക്കുന്ന രീതിയിലാണ് ഇന്ന് ഇത്തരത്തിൽ പവർ കട്ട് അപ്രഖ്യാപിത ലോഡ് ഷെഡിംഗ് നടപ്പിലാക്കിയിരിക്കുന്നത്. ഇതിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് യൂത്ത് കോൺഗ്രസ് ഇന്ന് KSEB ഓഫീസിൽ ചൂട്ടും അതോടൊപ്പം തന്നെ വിശറിയും അടക്കം പായുമായിട്ട് ഇന്ന് കറങ്ങുമ്പോഴേ ഈ KSEB ഓഫീസിൽ കറണ്ടുണ്ട്, ബാക്കി വീടുകളിൽ കറണ്ട് ഇല്ല എന്ന് പറയുമ്പോൾ നിങ്ങൾ ഏതാണ്ട് സെറ്റപ്പ് മനസ്സിലായി, പറഞ്ഞപ്പോൾ മനസ്സിലായി. പക്ഷെ അത് നമ്മൾ പൊതുവെ പുറത്തു നിന്ന് നോക്കുമ്പം കറണ്ട് KSEB ഓഫീസിൽ കറണ്ടുണ്ട്. നമ്മളെല്ലാം പാവങ്ങൾ, ബാക്കിയുള്ളവർ പുറത്തു വെക്കുന്നവർ, പ്രായമായവർ, കൊച്ചു കുട്ടികൾ, അവരെല്ലാം വെയിലത്ത് എല്ലാം കഴിഞ്ഞ് വരുമ്പോൾ രാത്രി ഇത്തിരി ഫാൻ പോലും ഇടാൻ പറ്റുന്നില്ലെന്ന് പറയുന്നത് വളരെ സങ്കടകരമായ ഒരു കാര്യമാണ്.